അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മുടെ ഈസക്കുട്ടിയുടെ പുതിയ അംഗൻവാടിയുടെ ഇനാഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വായിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അങ്ങോട്ട് തിരിച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോകളൊന്നും ഇടയ്ക്കും മറിക്കും മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഇസുവിൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി കുറച്ച് എന്താണ് ഇന്ന് ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. കൊച്ചുങ്ങൾക്ക് എന്താണ് റെഡ് ഫ്രോക്കും അമ്മമാർക്ക് ഈ കളർ ടോപ്പും വൈറ്റ് കളർ പെയിൻറ്റും ഷോളും ഒക്കെ ആയിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് ഷോൾ എടുക്കണമായിരുന്നു, അതിന് വേണ്ടിയാണ് പോയത്. അപ്പോൾ ഇസുവിൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കൊച്ചു സമ്മതിക്കുന്നില്ല. അങ്ങനെ നേരെ വീട്ടിലെത്തി ഒരുങ്ങി കെട്ടിയതാ നമ്മൾ താഴോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങി നമുക്ക് എന്താണ് നമ്മുടെ മേയറാണ് ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ അത്യാവശ്യം ഉള്ളത് കൊണ്ട് മേഡത്തിന് വരാൻ പറ്റിയില്ല. അതിന് പകരം പിന്നെന്താണ് നമുക്കവിടെ ഉദ്ഘാടനം നടത്തിയ നമ്മുടെ MLA ആയിരുന്നു കേട്ടോ, കടകംപള്ളി രാജേന്ദ്രനായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ അംഗൻവാടി തുറന്നു. അകത്തേക്കൊക്കെ കയറി എല്ലാ കൊച്ചുങ്ങളും അകത്തൊക്കെ കയറി പറക്കി നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അവസാനത്തെ ചായയും വടയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരെ അംഗൻവാടി തിരിച്ചെടുത്ത് വയ്ക്കും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇനി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 6 മണി കഴിഞ്ഞായിരുന്നു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.